ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് സൺഡേയും ആണ്, എനിക്ക് ഇന്ന് ലീവുമാണ്, വീട്ടിലെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക. പിന്നെ എനിക്ക് പ്ലിക്സിൻ്റെ ആ സംഭവം തേച്ചിട്ട് പണി കിട്ടിയെന്ന് തന്നെയല്ലേ, അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കാണിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് സെക്കൻഡ് സിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പോകണ്ടേ അറിയില്ല. പോകാൻ പറ്റുമെങ്കിൽ മാക്സിമം പോവണം. ഇതൊക്കെ മാറി വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ ഫേസ്. കുറേയൊക്കെ ബെറ്ററായ കേട്ടോ. ഞാനിവിടെ എരഞ്ഞിപ്പാലുള്ള അവിടെയാണ് കാണിക്കുന്നത്. സോ ഞാനിപ്പോൾ പല്ലൊക്കെ തേച്ച് നിൽക്കുകയാണ്. ഇനി ചായ കുടിക്കണം. എനിക്ക് വീട്ടിലൊരു സ്ഥലത്ത് നിന്നിട്ട് ഇൻട്രോ എടുക്കാൻ പറ്റാത്തതിനോണ്ട് ഞാനിവിടെ പറമ്പിലേക്ക് ഇറങ്ങിയതാണ്. അപ്പുറത്ത് റോഡാണ്, അപ്പോൾ വണ്ടിയൊക്കെ പോകുന്ന സൗണ്ട് കൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. സോ നമുക്ക് പോയിട്ട് ചായ കുടിക്കാം. ചായക്ക് എന്താണെന്ന് അറിയില്ല. ഞാൻ അപ്പോഴാണ് എണീച്ചത്. പോകാനില്ലാത്ത സമയങ്ങളിൽ ഞാൻ വൈകിട്ടാണ് എനിക്കെല്ലാം പോകാനുള്ള സമയങ്ങളിലും അങ്ങനെ നേരത്തെ ഒന്നും എണീക്കലില്ല. സോ നമുക്ക് പോയിട്ട് ചായ കുടിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് ചായക്ക് ഇതെന്താ അമ്മ, ദോശയോ വെള്ളയപ്പോ? ഞാൻ നല്ലോണം തടിച്ചിട്ടുണ്ട്. നാളെ മുതൽ ഡയറ്റാട്ടോ ഞാൻ. നാളെ മുതൽ ഡാൻസിന് പോകും. ഹായ്, എൻ്റെ മമ്മി വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്ക് കപ്പിൽ ചായ തന്നു ഗൈസ്. എനിക്ക് കപ്പിൽ ചായ തന്നു ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട്. ഗുഡ്. ഇനി എന്നും വീഡിയോ എടുത്താൽ നമുക്ക് ഇതുപോലുള്ള സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അമ്മയുടെ പിറന്നാളിൻ്റെ കേക്ക് ബാക്കിയിരിപ്പുണ്ടായിരുന്നു. അത് ഞാനൊരു പീസ് എടുത്ത് കഴിച്ച്. ഇത് ഫ്രൂട്ട് കേക്കാണ് കേട്ടോ. ആ ഫ്രൂട്ട്സൊക്കെ മുകളിലുള്ളത് തട്ടിക്കളഞ്ഞിട്ട് കേക്ക് മാത്രമായിട്ട് എടുത്ത് കഴിക്കുക കേട്ടോ. അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മറ്റേതായിട്ട് ഫ്രൂട്ട്സും കൂടി ആയിട്ട് കഴിക്കുമ്പോൾ എനിക്ക് വലിയ ലൈക്കായില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് അലക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് ബാഗിൽ തന്നെ ഇരിക്കും. അപ്പോൾ ആ കോട്ടൊക്കെ എടുത്ത് പുറത്തിട്ട്, പിന്നെ ടിഫിൻ ബോക്സ് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ബാഗിൽ നിന്ന് എടുത്ത് പുറത്തിടലാണ് അന്നത്തെ പരിപാടികൾ കേട്ടോ. കോട്ടിലാണെങ്കിൽ ഒരുപാട് ചപ്പും ചവറും കാര്യങ്ങളും ഉണ്ടാകും പോക്കറ്റിൽ. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, പ്ലിക്സിൻ്റെ തേച്ചിട്ട് പണിയിട്ട് ഇതൊക്കെയാണ് കേട്ടോ സാധനങ്ങൾ. ഫസ്റ്റ് വന്ന് ഇത് മോയ്സ്ചറൈസർ ആണെന്ന് തോന്നുന്നു. പിന്നെ അല്ലല്ല, സൺസ്ക്രീൻ ആണ് കേട്ടോ. അത് സൺസ്ക്രീൻ, പിന്നെ വൈറ്റമിൻ സിൻ്റെ സിറം, പിന്നെ ഒന്നുകൂടി ഉണ്ടായിരുന്നല്ലോ, യെസ്, ഇത് ഐ ക്രീമാണ് കേട്ടോ. അണ്ടർ ഐ ക്രീമാണ്. ഇത് മൂന്നും അട്ടർ ഫ്ലോപ്പാണ്. എന്താ പറയുക, ഭയങ്കര ഇറിറ്റേഷനും എൻ്റെ സ്കിന്നാകെ സീനാക്കിയൊരു സാധനങ്ങളാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഫേസ് വാഷ് പിന്നെയും കുഴപ്പമില്ല, പക്ഷേ ഇത് മൂന്നും യൂസ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ സ്കിന്നിനൊട്ടും ചേരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് എന്താ പറയുക, സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഫേസ് വാഷും സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ പിമ്പിൾസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ പിമ്പിൾസിന് ഡോക്ടർ തന്ന ഒരു ക്രീമാണ്. അപ്പോൾ ഇതാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് തേക്കലുള്ളത്. യെസ്. അത് കഴിഞ്ഞിട്ട് സൺഡേസിലൊക്കെയാണ് ഞാൻ തല വാഷ് ചെയ്യാറുള്ളത് കേട്ടോ. ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട് ആഴ്ചയിൽ 2 ദിവസം അങ്ങനെയൊക്കെയാണ് ഞാൻ തല കുളിക്കാറുള്ളത്. കാരണം മുടി ഉണങ്ങാൻ ഭയങ്കര സീനാണ്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് നല്ല വിസ്തരിച്ച് കുളിച്ചിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സിറവും കാര്യങ്ങളൊക്കെ ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഡേയും നൈറ്റും അപ്ലൈ ചെയ്യേണ്ട ഒരു സിറാണ്. അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്ത് അടിപൊളി സിറാണ് കേട്ടോ. ഫേസിന് നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു ഞാനിത് അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പോൾ. അതിൻ്റെ മുന്നത്തെ ഫോട്ടോസ് ഞാൻ ഷോർട്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. അങ്ങനെ പിന്നെ ബാക്കി ഒരു പീസ് കേക്ക് ഞാൻ ഏട്ടന് കൊടുത്ത്, അങ്ങനെ ഏട്ടൻ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ പറയും ഞാൻ അനിയത്തിക്ക് നല്ല കെയർ കൊടുക്കും, നല്ല കെയർ ഞാനാ കെയർ ചെയ്യല്ലോ. അത് പറയാനുള്ളത് കണ്ടാൽ എടുക്കട്ടെ ആദ്യം. അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ചെറുപ്പയ്ക്ക് പോകാമെന്ന് കേട്ടോ. അവിടെ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതായത് ചെറുപ്പ എന്ന് പറയുന്ന ഏട്ടൻ്റെ വീട്ടിലേക്ക്. അപ്പം അവിടേക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ ഉണ്ടായത് കൊണ്ട് ഏട്ടൻ പറഞ്ഞ് എന്നാൽ പെട്ടെന്ന് പോവാമെന്ന്. അങ്ങനെ ഞാനിതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുകയാണേ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതും എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത സൺസ്ക്രീനാണ്. ഞാൻ ഇതിൻ്റെ മുന്നേ യൂസ് ചെയ്ത സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ എൻ്റെ സ്കിന്നിന് ചേരാത്ത സംഭവങ്ങളായിരുന്നു. ഞാൻ ഇടുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഡാർക്ക് ആവലും പിന്നെ ഭയങ്കര ഓയിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇതെനിക്ക് സെറ്റാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഐബ്രോ പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യവും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണല്ലോ, അതുകൊണ്ട് ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല. അങ്ങനെ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കൺസീൽ ചെയ്തു, പിന്നെ ഒരു ഐ ഷാഡോ ഇട്ട് കൊടുത്തു, ഒന്ന് കണ്ണെഴുതി, ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടു, അത്രേ ചെയ്തുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ഈ മസ്കാര ഉണ്ടല്ലോ, അടിപൊളി മസ്കാരയാണ് കേട്ടോ. ഒന്നിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒന്നിൽ അപ്ലൈ ചെയ്യാത്തതാണ് കേട്ടോ. രണ്ടിൻ്റെ ഡിഫറൻസ് നോക്കിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. കണ്ണ് നല്ല വിടർത്ത് നിൽക്കുന്ന മാതിരത്തെ ഫീലും നമുക്ക് ഈ മസ്കാര ചിലത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഹെവി ആയിട്ട് തോന്നൂലേ, ആ ഒരു സാധനമൊന്നുമില്ല കേട്ടോ ഈ ഒരു മസ്കാരയ്ക്ക്. ഇതിൻ്റെ പേരെന്നോട് മറന്നുപോയി, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇതിൻ്റെ സ്വന്തമല്ല, ഇതിൻ്റെ അനിയത്തിൻ്റെതാണ്. അപ്പം ഓളതാ ബാക്കിൽ കിടന്ന്, ഓളും മോനും ബാക്കിൽ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ എൻ്റെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി ഒരു വാച്ച് എടുത്ത് കെട്ടൽ, അതൊക്കെ തന്നെയുള്ളൂ മെയിനായിട്ട്. യെസ്, അത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സോങ് പ്ലേ ചെയ്തത് കൊണ്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നു. യെസ്, ഇനി മെയിനായിട്ട് കമ്മലാണ്. ഇതാണ് മെയിനായിട്ട്. കുറേ ഉള്ളത് കൊണ്ട് ഏതിടണം എന്നുള്ള കൺഫ്യൂഷനാണ്. അപ്പം ഞാനൊരു ചെറിയ സ്റ്റഡ് ഇടാമെന്ന് വിചാരിച്ചു, ബ്ലാക്ക്. കാരണം ഞാനിട്ട ഷർട്ട് ബ്ലാക്കാണല്ലോ, അപ്പോൾ അതിനെ മാച്ച് ചെയ്ത് പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ബ്ലാക്ക് സ്റ്റഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ സ്റ്റഡ് തന്നെയാണ് കേട്ടോ എല്ലാത്തിനും പെയർ ചെയ്യൽ. അങ്ങനെ മാച്ച് ചെയ്തിട്ട് അങ്ങനെ ഇങ്ങനെ ചെയ്യലില്ല. പക്ഷെ ഇന്ന് എന്താണെന്ന് എനിക്കറിയില്ല, നന്നായിട്ടൊന്ന് ഒരുങ്ങണമെന്ന് തോന്നി, ഞാൻ ഒരുങ്ങി, അത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഔട്ട്പുട്ട്. യെസ്, രണ്ടും കണക്കാലേ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടിയേക്കുന്നത്. യെസ്, ഞാൻ ഈ ഷർട്ട് ഇൻ ചെയ്തിട്ടേക്കും കേട്ടോ ചെയ്തത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിരുന്നു. ഇല്ല നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങി, പെട്ടെന്ന് ഇറങ്ങി. അങ്ങോട്ട് റിട്ടേൺ അടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ തിരിച്ച് വരണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വരാൻ പറ്റിയില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ നേരേക്ക് ഒരു നായി കുതിച്ച് പാഞ്ഞു വരുന്നത്. കണ്ടില്ലേ, എന്നെ നോട്ടിട്ടിട്ട് ഇറങ്ങി വരുന്ന കറക്റ്റ് സമയത്ത് ഏട്ടൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഏട്ടനെ കണ്ടതും അത് തിരിച്ചു പോയി. കണ്ട യെസ്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് കഴിച്ചില്ലായി. അങ്ങനെ നമ്മൾ നേരെ പോയേക്കുന്നത് എൻ്റെ ഫേവറേറ്റ് മന്തി സ്പോട്ടായിട്ടുള്ള അൽഷാസയിലേക്കാണ്. യെസ്, അത് പെരുമണ്ണുള്ള ഒരു മന്തി സെൻ്ററാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ മന്തി. ഇല്ലല്ലേ പൈനാപ്പിൾ ഉണ്ടാവില്ല. പൈനാപ്പിൾ അവിടുത്തെ
അവിടുന്ന് മന്തിയൊക്കെ കഴിച്ചിറങ്ങി. ഞാൻ അൽഫാം, ഏട്ടൻ ബീഫ് മന്തി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ചെറുപ്പം വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ മിററിൻ്റെ മുന്നിൽ നിന്നൊരു വീഡിയോയോ ഫോട്ടോയോ അതൊക്കെ ഇല്ലത്തെ പതിവാണ്. നിങ്ങൾ ഒരുവിധം ഇവിടെ നിന്നുള്ള വ്ളോഗ്സിലും വീഡിയോസിലൊക്കെ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. ഏട്ടൻ വന്ന് മന്തി കഴിച്ച ക്ഷീണത്തിൽ അവിടെ സൈഡായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കസിൻ്റെ വീട്ടിലേക്ക് പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോകണം എന്നുള്ള പ്ലാനിങ്ങിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഏട്ടൻ പിന്നെ ക്ഷീണം മാറ്റാണ്ട് അവിടെ നിന്ന് എണീക്കില്ല എന്നുള്ള പ്രതിജ്ഞയിൽ ഞാൻ പിന്നെ അതിലൂടെയൊക്കെ നടന്ന് കുറച്ചൊക്കെ സമയമൊക്കെ പോക്കി. അങ്ങനെ നമ്മൾ എൻ്റെ വാച്ച് എന്തോ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഞാൻ അവിടെ കിടന്ന് പണിയെടുക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏട്ടൻ റെഡി ആവാണ്. ഞാൻ ആദ്യം നേരത്തെ റെഡി ആയതാണ്. വയറ് കയറ്റി പിടിച്ചാണ്. ശ്വാസം മുട്ടി ചത്തോണ്ട. വയറ് കയറ്റി പിടിച്ചിട്ട് ശ്വാസം മുട്ടി ചത്തോണ്ട. ചെരിഞ്ഞിക്ക് എട്ടാ 6 പാക്ക്. വിട് ശ്വാസം വിട്. അച്ഛ വന്നു തോന്നുന്നു. ശ്വാസം വിട്. വിടറോ. ഇനിയുണ്ട് വിടാൻ, ഇനിയുണ്ട്. എൻ്റെ പോലെ ഒരു 5 മാസമായി. 5 മാസത്തിന്റെ കണക്കാണ്. ഇങ്ങനെ പിടിക്ക്. ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെ പിടിക്ക്. ഇങ്ങോട്ട് തിരിക്ക്. ഇങ്ങോട്ട് തിരിഞ്ഞിക്ക്. ഏട്ടാ ഇങ്ങോട്ട് തിരിഞ്ഞിക്കട്ടാ. തവണേരല്ല സാരായി. അങ്ങനെ ഏട്ടൻ പ്രസവിക്കാൻ പോണു. ചിഞ്ചിഞ്ചി എടാ എന്താണ് ഏട്ടത്? സീനി ഡാർക്ക് മതി. പോവുക. എന്നോട് ജിമ്മ് പോവാൻ പറഞ്ഞാ പോവില്ലല്ലോ. ഞാൻ പറഞ്ഞാണല്ലോ ഞാൻ കൊടുക്കേനെന്ന്. എപ്പോ ആ ഓഫർ കിട്ടിയില്ല? ഓഫർ ചെയ്തോ? ഞാൻ പോവും, ഉറപ്പായിട്ടും പോവും. എവിടെ ഞാൻ പോവും. പോകോ? ഈ പോവും. പോയില്ലെങ്കിൽ ഉറപ്പായിട്ടും പോവും. ആലോചിക്കാം. ജിമ്മിനാകുമ്പോ ഫുള്ള് ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കും. അമ്മേ അതൊന്നും പറ്റൂല. ജിമ്മിന്റെ പൈസ ഞാൻ കൊടുക്കൂ. ഡയറ്റും കാര്യങ്ങളൊക്കെ ഈ നോക്കണോ? ഡയറ്റിക്ക് പ്രോട്ടീൻ പൗഡർ എന്താണ് ഇത്? നോക്കിയാട്ടെ. ബാബാ സൂപ്പർ ചുവപ്പ് പച്ച മഞ്ഞ ബാബ 2 രൂപ. എന്താ വെള്ളം? അങ്ങനെ നമ്മൾ അവിടെ എത്തി. അപ്പോൾ അഖിൽ ബ്രോ ചിക്കൻ പോപ്കോൺ ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഇതിങ്ങനെ മറിച്ചിടണ്ടേ? ഇത് ഹൈ ഫ്ലെയിം അല്ല. ഈ കുളിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞില്ല ഹലോ ഗൈസ് പറഞ്ഞിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാന്ന്. അതെയാ ഫോണ് വാങ്ങിയിട്ട് അതില്ലേ വന്നെ അമ്മ ഒരു കറി ഉണ്ടാക്കില്ല. ഞാൻ പഠിച്ച് എനിക്ക് ആദ്യം അറിയുന്നു ഈ ഗ്രാൻഡ്
ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് പൊട്ടിപ്പോയെ. ഇതിലൊക്കെ എന്തൊക്കെയാ കൊണ്ടുപോവാ? ഇതിലൊക്കെ എന്തൊക്കെയാ കൊണ്ടുപോവാ? പിന്നെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോവാ. കടല കഴുകിയിട്ട് കൊണ്ടുപോവാ. കടല കഴിച്ച് കൊണ്ടുപോവാ. ഓ മൈ ഗാഡ്. ആ ഇല്ല വൈൻഡപ്പ് ചെയ്യാൻ മുക്ലാജിയ. നോക്കട്ടെ അഗ്നേയന്റെ ഫോട്ടോ. അരവിന്ദ കാണാനില്ല, ഫോക്കസ് ആവില്ല. ചിരിക്കേ അരവിന്ദ. ഓ മൈ ഗാഡ്, കറക്റ്റ് ചിറ്റല്ലേ ഗൈസ്? നിങ്ങൾ കമന്റ് ചെയ്യുക. അരവിന്ദനെ പോലെ ഇല്ലേ കാണാൻ വേണ്ടിട്ട്? വാട്ട് എ ബ്യൂട്ടി. ആദ്യത്തെ ഫോട്ടോ ഞാനിവിടെ സൈഡിൽ കൊടുക്കാട്ടോ. അത് ഞങ്ങളെ കല്യാണത്തിന്റെ സമയത്തുള്ള ഫോട്ടോ. നല്ല മുടിയുള്ള ഫോട്ടോ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൊടുക്കാം. എന്താല്ലേ മാറ്റം. ഞാൻ മുട്ടടിക്കൂല. ഓക്കെ സെറ്റ്. വാവ്, ഗുഡ് ഗേൾ. അത്രേ ഉള്ളൂ. ആഗ്നേയ വീക്കെ. ആഗ്നേയലടി. അങ്ങനെതാ നമ്മള് ചിക്കൻ പോപ്കോണൊക്കെ കഴിച്ച് നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്ക് പൊതിയിടല്, നെയിം സ്ലിപ്പ് ഒട്ടിക്കല്, അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര നൊസ്റ്റു അടിക്കുക. എന്താ പറയുക, കുറേ മുന്നേ ചെയ്തതല്ലേ, മറന്നുപോയി കേട്ടോ എങ്ങനെയാണ് കവർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ എല്ലാം സെറ്റായി. നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ബുക്കൊക്കെ പൊതിയിടലും കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ല രസമായിരുന്നു. വിത്ത് ഫോട്ടോ. നൈസ് നൈസ്. നാളെ അത് എടുത്ത് അതിൻ്റെ പശ പോകും. ഇഷ്ട സ്കൂളിൽ പോവാൻ ഇഷ്ടാ? നാളെ പോവാൻ മടിയുണ്ടോ? ഇല്ല. എനിക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടോ അവിടെ? 4 ഫ്രണ്ട്സ് ഉണ്ട്. അന്തി ഇതാണ് നമ്മുടെ പുതിയ വ്ളോഗർ അല്ലേ? പറയ്. വ്ളോഗ് ചെയ്യാൻ ഇഷ്ടാണ്? ഈ ചെയ്യലുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.